ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കുറച്ച് ഗ്രാമർ, കുറച്ച് ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് എപ്പോഴും എക്സാമിന് കാണാറുള്ള, നമ്മുടെ ഈ ഒരു കേരള സ്റ്റേറ്റിൻ്റെ ആ ഒരു സിലബസിൽ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അത് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ, ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് മേക്കിംഗ് ആൻ എഫേർട്ട് ഓർ അബാൻഡനിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഞാൻ നിർത്താൻ പോവാണ്, ഞാൻ ഇനി ഇത് നോക്കുന്നില്ല. അപ്പം നമ്മളോട് ഫ്രണ്ട്സ് പറയില്ലേ, ഡു നോട്ട് ഗിവ് അപ്പ്, അത് വിട്ടുകൊടുക്കരുത്, വിട്ടുകളയരുത് എന്ന്. അപ്പോൾ ഒരു എഫേർട്ട് ഇടുന്നത് നിർത്തുന്നതിനെയാണ് ഗിവ് അപ്പ് എന്ന് പറയുക. ഡോണ്ട് ഗിവ് അപ്പ് എന്തായിരിക്കും? അങ്ങനെ ചെയ്യരുത്, ഗിവ് അപ്പ് ചെയ്യരുത് എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ നോക്കാം. പുട്ട് എക്രോസ്. പുട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ഉണ്ട്. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ്, ടു കൺവേ, അതായത് ഒരാളോട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പറയുക, കൺവേ ചെയ്യുക. ഇതാണ് പുട്ട് എക്രോസ്. നിങ്ങൾ പുട്ട് എന്ന് കാണുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് എഴുതരുത്, കാരണം പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. നെക്സ്റ്റ് വൺ നോക്കിയേ, ടേക്കൺ എ ബാക്ക്, ടു ബി ഷോക്ക്ഡ് ഓർ ആസ്റ്റോണിഷ്ഡ്. ഷോക്ക്ഡ് ആവുന്നതിനെയാണ് ടേക്കൺ എ ബാക്ക് എന്ന് പറയാം. അടുത്തത് പുട്ട് അപ്പ് വിത്ത്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. ടോളറേറ്റ് എന്നാണ് മീനിങ്. അഡ്ജസ്റ്റ്, ഓക്കെ, ടോളറേറ്റ്, സഹിക്കുക അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്നാണ് പുട്ട് അപ്പ് വിത്തിൻ്റെ മീനിങ്. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നോക്കാം, ലേ ഡൗൺ. ലേ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു പുട്ട് സംതിങ് ഡൗൺ, എന്തെങ്കിലും താഴേക്ക് വെക്കുക, അല്ലെങ്കിൽ ഗെറ്റ് ഇൻ ടു എ ബെഡ് ഫോർ സ്ലീപ്പിംഗ്, കിടക്കാൻ, ഉറങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ അതെ, ഒരു ബെഡിൽ കിടക്കുന്നതിനെയാണ് ലേ ഡൗൺ എന്ന് വേറൊരു മീനിങ് പറയാം. നെക്സ്റ്റ് ഗെറ്റ് അപ്പ്. ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ഫ്രം ബെഡ് ആഫ്റ്റർ സ്ലീപ്പ്, അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേക്കില്ലേ, അതിനെയാണ് ഗെറ്റ് അപ്പ് എന്ന് പറയാം. ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ക്ലോത്ത്, ഡ്രസ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അതേപോലെ തന്നെ ബിഗിൻ ടു ഫ്ലൈ, അതായത് ഈ ഫ്ലൈറ്റ് ഒക്കെ പറക്കാൻ പോകുമ്പോൾ അതിനെ ടേക്ക് ഓഫ് എന്നാണ് പറയാം. നെക്സ്റ്റ് വൺ, ടേൺഡ് അപ്പ്. ഇമ്പോർട്ടൻ്റ് ആണ്. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു അപ്പിയർ, പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ പറയില്ലേ, ഷോ അപ്പ്, അതാണ് ടേൺഡ് അപ്പ്. വെന്റ് ഓൺ മീനിങ് കണ്ടിന്യൂ, തുടരുക. ടേൺഡ് ഡൗൺ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിക്ലൈൻ, റിജക്റ്റ്, ഓക്കെ, ഡിക്ലൈൻ ചെയ്യുന്നതിനെയാണ് ടേൺഡ് ഡൗൺ എന്ന് പറയാം. ടേൺഡ് അപ്പ് എന്ന് പറഞ്ഞാൽ അപ്പിയർ ഓർ ഷോ അപ്പ്. ടേൺഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ ഓർ റിജക്റ്റ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, നമുക്ക് വേണ്ടതാണ് കേട്ടോ ഇതൊക്കെ. വെന്റ് ഫോർ, ടു ഗോ ടു എ പ്ലേസ്, ഒരു സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് വെന്റ് ഫോർ. പേ ഓഫ്. പേ ഓഫ് മീനിങ് ടു ബി സക്സസ്ഫുൾ, ഓക്കെ. നെക്സ്റ്റ് വൺ, ഗെറ്റ് അലോങ്. മേക്ക് എ ഫ്രണ്ട്ലി റിലേഷൻ, മാനേജ് എ സിറ്റുവേഷൻ. ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടാക്കുന്നതിനെയും ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നതിനെയും ഗെറ്റ് അലോങ് എന്നുള്ള ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. എൻഡ് അപ്പ്. എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ എ പ്ലേസ് ഓർ സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥയിലാവുക, അതാണ് എൻഡ് അപ്പ്. ഗോ ത്രൂ. ഗോ ത്രൂ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ റീഡ് ഓർ എക്സാമിൻ. രണ്ട് മീനിങ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, അത് പറയാൻ നമുക്ക് ഗോ ത്രൂ ഉപയോഗിക്കാം. അതേപോലെ പ്ലീസ് ഗോ ത്രൂ ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ഒന്ന് റീഡ് ചെയ്യുക, വായിക്കുക എന്നാണ് മീനിങ്. നെക്സ്റ്റ്, മേക്ക് ഔട്ടിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് എന്നാണ്. ലുക്ക് ഫോർവേഡ് ടു ഇമ്പോർട്ടൻ്റ് ആണ്. ടു എക്സ്പെക്ട് സംതിങ് ഈഗർലി, നമ്മൾ എന്തെങ്കിലും ഭയങ്കരമായി പ്രതീക്ഷിച്ചിരിക്കില്ലേ, അതിനെയാണ് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയാം. ഇനി നമുക്ക് നമ്മുടെ എക്സാമിന് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വേർബ്സ്. ഫസ്റ്റ് വൺ, ഐ ഡാഷ് മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക്. ഞാൻ എക്സൈറ്റഡ് ആണ് നിന്നെ കാണുന്നതിനായിട്ട്. അപ്പോൾ അതേതാണ് നമ്മളിവിടെ പറഞ്ഞു, ലുക്ക് ഫോർവേഡ് ടു. ഐ ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക്. അടുത്ത് നോക്കിയേ, ഹൗ ക്യാൻ ഷീ ഡാഷ് ഹെർ നോയ്സി നെയ്ബേഴ്സ്. ഹൗ ക്യാൻ ഷീ പുട്ട് അപ്പ് വിത്ത്, അതായത് എങ്ങനെയാണ് അവൾക്ക് അവളുടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന നെയ്ബേഴ്സിനെ സഹിക്കാൻ പറ്റുന്നത്, ടോളറേറ്റ് ചെയ്യുന്നത്. പുട്ട് അപ്പ് വിത്ത് എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് നോക്കിക്കേ, അടുത്തത് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് സ്യൂട്ടബിൾ വേർഡ്സ് ഗിവൻ ഇൻ ബ്രാക്കറ്റ്സ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. അതെന്താണെന്ന് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ നോക്കാം, ആക്ടിവിറ്റീസ് ദാറ്റ് ഡാഷ്, അല്ലേ, ആക്ടിവിറ്റീസ് അത് ഒന്നാണോ ഒന്നിൽ കൂടുതലാണോ? ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലല്ല ആണ്, അല്ലേ, പ്ലൂറൽ അല്ലേ? യെസ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് ചേർക്കാം. ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് എന്ന് വരും. പ്ലൂറൽ വേർബ് എന്ന് പറഞ്ഞാൽ അറ്റത്ത് എസ് ഇല്ലാത്തത്, അത് ഓർക്കുക. പ്ലൂറൽ വേർബിൻ്റെ അറ്റത്ത് എസ് വേണ്ട.
ഓക്കെ, ഇവിടെ ആക്ടിവിറ്റീസ് പ്ലൂറലാണല്ലോ, അതുകൊണ്ട് പ്ലൂറൽ വെർബായിട്ടുള്ള ഡിവാസ്റ്റേറ്റ് എന്നുള്ളത് ചേർക്കും. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആക്ടിവിറ്റി എന്നായിരുന്നെങ്കിൽ അവിടെ എന്ത് വന്നേനെ? ഡിവാസ്റ്റേറ്റ്സ് എന്ന് വന്നേനെ. ആദ്യത്തേൽ എസ് ഉള്ളതുകൊണ്ട് രണ്ടാമത്തേൽ നമ്മൾ എസ് ചേർക്കണില്ല. ദ സൊസൈറ്റീസ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലർ തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ എന്ത് വരും? കണ്ടിന്യൂ വരും, കണ്ടിന്യൂസ് വരും, കണ്ടിന്യൂസ്. ഓക്കെ, കണ്ടിന്യൂസ് അൺഅബേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെയ്തർ ദ ഷൂസ് നോർ ദ ബാഗ് ഡാഷ് ദ ഡ്രസ്. മാച്ച് എന്നുള്ളതാണ് എഴുതേണ്ടത്. ഇവിടെ നെയ്തർ നോർ എന്നുള്ള അത് വരുമ്പോൾ നോറിൻ്റെ, അതായത് നോക്കിക്കേ, നോറിൻ്റെ അടുത്താണ് ദ ബാഗ് എന്ന് എടുക്കണേ അല്ലേ? അപ്പോൾ ബാഗിൻ്റെ, അതായത് നമ്മൾ മാച്ച് ഫില്ല് ചെയ്യേണ്ടത് ബാഗിൻ്റെ അടുത്തുള്ള വാക്കാണ്. അപ്പോൾ ബാഗ് ഏതാണെന്ന് നോക്കണം, അല്ലെങ്കിൽ ആ ഒരു ബാഗ് ഏതാണെന്നല്ല, ആ ഒരു വാക്ക് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. അതായത് ബ്ലാങ്കിൻ്റെ തൊട്ടടുത്തുള്ള വാക്ക് സിംഗുലർ ആണോ പ്ലൂറലാണോ നോക്കുക. ബാഗ്, ഒരു ബാഗ് എന്നാണ്, അപ്പോൾ സിംഗുലർ ആണ് അല്ലേ ബാഗ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആൻസർ എന്ത് വന്നം? മാച്ചസ് എന്ന് വന്നം. സിംഗുലർ സബ്ജക്റ്റ് ആണ് ബാഗ് എന്നുള്ളത്. സോ അതിൻ്റെ കൂടെ മാച്ചസ് എന്ന് പറയുന്ന സിംഗുലർ വെർബ് ആഡ് ചെയ്തു. അടുത്തത് നോക്കിയേ, ദീസ് ട്രൗസേഴ്സ്. ട്രൗസേഴ്സ് എന്നുള്ളത് പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറൽ വെർബായിട്ടുള്ള നീഡ് എന്നുള്ള വാക്ക് തന്നെ, സെയിം വാക്ക് തന്നെ എടുത്ത് എഴുതിയാൽ മതി. നീഡ് ടു ബി അയൺഡ്. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഇഡിയംസ് ഗിവൻ ബിലോ. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക, ആ വാക്കിൻ്റെ ഡിറക്റ്റ് മീനിങ് തന്ന വേറൊരു കോമഡി ആയി പോകും. ഇത് അങ്ങനെയല്ല, ജസ്റ്റ് ആ വാക്കിനൊരു മീനിങ് ഓൾറെഡി ഉണ്ട്, അത് എവിടെ ഉപയോഗിച്ചാലും ആ മീനിങ് ആയിട്ടാണ് കാണേണ്ടത്. അല്ലാതെ അതിൻ്റെ ശരിക്കുള്ള മീനിങ്സ് അല്ല നോക്കേണ്ടത്, വേർഡ് ബൈ വേർഡ് ഉള്ള മീനിങ്സ് അല്ല നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ബ്ലൂ മൂൺ, ആപ്പിൾ ഓഫ് ദ ഐ, ക്രോക്കഡൈൽ ടിയേഴ്സ്, ഓൺ ക്ലൗഡ് 9, ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. ഇതൊക്കെ ഇഡിയംസ് ആണ്. ഇവിടെ നോക്കിയേ, വൺസ് ഇൻ എ ഡാഷ് മൈ സിസ്റ്റർ ക്ലീൻസ് ഹെർ റൂം. എൻ്റെ സിസ്റ്റർ റൂം ക്ലീൻ ചെയ്യുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അതായത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീനിങ് വെരി റെയർലി, സംതിങ് ദറ്റ് ഹാപ്പൻസ് വെരി റെയർലി ഓർ അൺഎക്സ്പെക്റ്റഡ്ലി. നമ്മൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഭയങ്കര റെയർ ആയിട്ട് നടക്കുന്നതിനെയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നുള്ള ഇഡിയം. അപ്പോൾ അവിടെ എന്താ വരിക? വൺസ് ഇൻ എ ബ്ലൂ മൂൺ മീനിങ് റെയർലി. നെക്സ്റ്റ് വൺ, ലാസ്റ്റ് നൈറ്റ് ഇറ്റ് വാസ് റെയിനിങ് ഡാഷ്. ആൻസർ ഇസ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. എൻ്റെ ലിറ്ററൽ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂച്ചയും പട്ടിയും പെയ്യുന്നു, മഴയായിട്ട് പെയ്യുന്നു എന്നാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല, ഭയങ്കര മഴയായിരുന്നു എന്ന് പറയാനാണ് ഇറ്റ്സ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഇഡിയം ഉപയോഗിക്കേണ്ടത്. അതാണ് ഇവിടെ ലാസ്റ്റ് നൈറ്റ് ഇറ്റ് വാസ് റെയിനിങ് ക്യാറ്റ്സ് ആൻഡ് ഡോഗ്സ്. തേർഡ് വൺ, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ ഫ്രീക്വൻ്റ്ലി ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഡാഷ് റൂൾസ് ഓൺ റോഡ്. ആക്സിഡൻറ്റ്സ് എപ്പോഴും നടക്കും കാരണം നമുക്ക് ഡാഷ് റൂൾസ്, എന്ത് റൂൾസ് ഇല്ല റോഡിൽ? ആൻസർ വരുന്നത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ്. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് മീനിങ് ഫേംലി എസ്റ്റാബ്ലിഷ്ഡ് ഓർ സ്ട്രിക്ട്ലി അഡിയർഡ് ടു. അതായത് സ്ട്രിക്റ്റ് റൂൾസ് ഇല്ലാത്തത് കൊണ്ടാണ് ആക്സിഡൻറ്റ്സ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക? ആൻസർ ഇസ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. നെക്സ്റ്റ് വൺ, ജോൺ ഇസ് ദ ഡാഷ് ഓഫ് ഹിസ് മാത്സ് ടീച്ചർ. ടീച്ചറിൻ്റെ എന്താണ്? ആപ്പിൾ ഓഫ് ദി ഐ. ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ സംവൺ ഓർ സംതിങ് ചെറിഷ്ഡ് ആൻഡ് ലവ്ഡ്. ടീച്ചറിൻ്റെ പെറ്റെന്ന്, ടീച്ചറിന് ഇഷ്ടമല്ല, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. അതാണ് ആപ്പിൾ ഓഫ് മൈ ഐ എന്നുള്ളതിൻ്റെ, അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാലുള്ള മീനിങ്. അപ്പോൾ ഇവിടെ ജോൺ ആണ് മാത്സ് ടീച്ചറിൻ്റെ ആപ്പിൾ ഓഫ് ദി ഐ എന്ന് പറഞ്ഞാൽ ജോണിനെയാണ് ടീച്ചറിന് ഇഷ്ടം. നെക്സ്റ്റ് നോക്കാം, ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫേക്ക് ടിയേഴ്സ്. അത് മലയാളത്തിൽ പറയില്ലേ, മുതലക്കണ്ണീരൊന്നും നീ ഒഴുക്കണ്ട. സോ ഇറ്റ് മീൻസ് ഫേക്ക് ടിയേഴ്സ് എന്നാണ്. ഓൺ ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി. ഐ എം ഓൺ ക്ലൗഡ് 9 എന്നിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മീനിങ് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ് എന്നാണ്. ഓക്കെ, അത് ജസ്റ്റ് ഓപ്ഷൻസിൽ കൊടുക്കുന്നുള്ളൂ, നമുക്ക് എഴുതണ്ട. ഇത്രയാണ് ഗ്രാമർ. താങ്ക് യു ഫോർ വാച്ചിങ്.